ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 4. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായമാണ്. പൗരോഹിത്യം സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വിശദീകരണങ്ങളാണ് ഈ അധ്യായത്തിൽ ദൈവം നൽകിയിരിക്കുന്നത്. ലേവ്യ ഗോത്രം പൗരോഹിത്യ ഗോത്രവും അഹരോൻ്റെ കുടുംബം പൗരോഹിത്യ കുടുംബവുമാണ്. എന്നാൽ അഹരോനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തതുകൊണ്ട് മാത്രം മഹാപൗരോഹിത്യം അവൻ്റെ മക്കൾക്കായിക്കൊള്ളണമെന്നില്ല. അപ്പനെ അഭിഷേകം ചെയ്തുകൊണ്ട് മക്കൾ അഭിഷേകം പ്രാപിക്കുകയില്ല. അപ്പനെ എങ്ങനെ അഭിഷേകം ചെയ്തു അതുപോലെ തന്നെ മക്കളെയും അഭിഷേകം ചെയ്യേണ്ടത് ആവശ്യമാണ്. അഹരോൻ്റെ പുത്രന്മാരെയും അഭിഷേകം ചെയ്യണം. അവരുടെ അഭിഷേകം ഹേതുവായി അവർക്ക് നിത്യ പൗരോഹിത്യം ലഭിക്കുമെന്നാണ്. അപ്പൻ വിശ്വാസി ആയതുകൊണ്ട് മകൻ വിശ്വാസി ആകണമെന്നില്ല. അപ്പന് പരിശുദ്ധാത്മാ നിറവുള്ളതുകൊണ്ട് മകന് നിറവുണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പന് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച സഭയുടെ അംഗമായതുകൊണ്ട് മകനും അങ്ങനെ ഓട്ടോമാറ്റിക്കലി സഭയുടെ അംഗമാകണമെന്ന് നിർബന്ധമില്ല. അഭിഷേകം എന്ന് പറയുന്ന സ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കാത്ത ഒരാളും രാജകീയ പുരോഹിതവർഗത്തിൽപ്പെട്ടവരല്ല. രാജകീയ പുരോഹിതവർഗമല്ലാത്ത ഒരാൾക്കും ദൈവത്തോട് അടുക്കുവാൻ അനുവാദമില്ല. എന്നാൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും കർത്താവിൻ്റെ പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ്. കാരണം രക്ഷിക്കപ്പെട്ട എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാണ്. രക്ഷിക്കപ്പെട്ട ഏതൊരു വിശ്വാസിയും രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിനാൽ അവൻ അഭിഷേകം പ്രാപിക്കുകയും കർത്താവിൻ്റെ സഭയിലെ അംഗമാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടു എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. പുതിയ നിയമ പൗരോഹിത്യം നിത്യപൗരോഹിത്യമാണ്. പ്രായക്കൂടുതൽ കൊണ്ടോ രോഗം കൊണ്ടോ നീക്കം ചെയ്യപ്പെടുന്നതല്ലത്. പഴയ നിയമ പൗരോഹിത്യത്തിൽ അങ്ങനെയാണ്. 50 വയസ്സാകുമ്പോൾ പുരോഹിതന്മാർ ആക്റ്റീവ് ഡ്യൂട്ടിയിൽ നിന്ന് മാറും. പിന്നെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്താൽ മതി, ആലോചനകൾ പറഞ്ഞു കൊടുത്താൽ മതി. പുതിയ നിയമത്തിൽ അങ്ങനെയില്ല. 50 വയസ്സായതുകൊണ്ട് പൗരോഹിത്യം നഷ്ടപ്പെടുന്നില്ല. മരണം വരെയും നമ്മൾ പുരോഹിതന്മാരാണ് രക്ഷിക്കപ്പെടുന്ന നാൾ മുതൽ. നിത്യ പൗരോഹിത്യം നിത്യ ആരാധനയുടെ പൗരോഹിത്യമാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ദൈവത്തെ നിരന്തരം ആരാധിക്കണം. പ്രായമായതുകൊണ്ട് ആരാധന നിർത്താനായിട്ട് സാധിക്കുകയില്ല. പ്രായമായതുകൊണ്ട് പ്രാർത്ഥന നിർത്താനായിട്ട് സാധിക്കുകയില്ല. പ്രായമായതുകൊണ്ട് ദൈവവചന പഠനം നിർത്താനായിട്ട് സാധിക്കുകയില്ല. പലരും ഇതിൽ നിന്നെല്ലാം പെൻഷൻ പറ്റും. സർക്കാർ ഓഫീസിൽ നിന്ന് പെൻഷൻ പറ്റുന്നത് പോലെ ചിലർ അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് പെൻഷൻ പറ്റിയത്. എത്ര കാലമായി സുവിശേഷം ആരോടെങ്കിലും പറഞ്ഞിട്ട്? കാരണം പൗരോഹിത്യത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് സുവിശേഷം പറയുക എന്നുള്ളതാണ്. അത് പറഞ്ഞിട്ട് എത്ര കാലമായി? പൗരോഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ് ആരാധന എന്ന് പറയുന്നത്. എത്ര കാലമായി ആരാധിച്ചിട്ട്? ദൈവവചനം ഉപദേശിക്കുക എന്ന് പറയുന്നത് പൗരോഹിത്യത്തിൻ്റെ ഭാഗമാണ്. എത്ര കാലമായി വചനം പഠിച്ചിട്ടും വചനം മറ്റുള്ളവരുമായി പങ്കുവച്ചിട്ടും? അങ്ങനെ നമുക്ക് സാധിക്കുകയില്ല. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പഠനത്തിനും സുവിശേഷ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ പൗരോഹിത്യം നൽകിയിരിക്കുന്നത്. ആ കാര്യങ്ങൾ ക്രമമായും ചന്തമായും നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. അഹരോൻ്റെ പൗരോഹിത്യത്തിൽ ഒരു മഹാപുരോഹിതൻ മരിക്കുമ്പോൾ തൻ്റെ മകനെ അടുത്ത മഹാപുരോഹിതനായിട്ട് അഭിഷേകം ചെയ്ത് നിയമിക്കേണ്ടതുണ്ട്. മഹാപുരോഹിതൻ്റെ മകൻ അംഗവൈകല്യമുള്ളവനോ കുഷ്ഠരോഗിയോ മറ്റോ ആണെങ്കിൽ അവൻ്റെ പൗരോഹിത്യത്തിന് യോഗ്യനല്ല. മഹാപുരോഹിതൻ എപ്പോഴും ആരോഗ്യവാനും അംഗവൈകല്യങ്ങളില്ലാത്തവനും ആയിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ദൈവജനത്തിൻ്റെ മുൻപാകുന്ന ശുശ്രൂഷിക്കേണ്ടവനാണ്. ഞാൻ വിചാരിക്കുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശാരീരികമായിരിക്കുന്ന അംഗവൈകല്യങ്ങൾ അയോഗ്യതയായി പറയുന്നില്ല. പക്ഷേ മാനസികമായ വൈകല്യങ്ങൾ അത് തീർച്ചയായിട്ടുമാണ്. സ്വഭാവത്തിൽ ശുദ്ധിയുള്ളവരും നിർമ്മലമായിരിക്കുന്ന ജീവിതമുള്ളവരും ആയിരിക്കണം പുരോഹിതന്മാർ. കാരണം ദൈവജനത്തിന് വേണ്ടി അവർ മധ്യസ്ഥ ചെയ്യുന്നവരാണ്. തോന്നിയ പോലെ ജീവിച്ച് ഏത് വൃത്തികേടും ചെയ്ത് ജീവിച്ചവർക്കൊക്കെ പുരോഹിതന്മാരാണെന്നും പറഞ്ഞ് ഞായറാഴ്ച വന്ന് പ്രസംഗിക്കാനും ഉപദേശിക്കാനും എന്നുള്ള അനുവാദമില്ല. അതൊന്നും ദൈവം അനുവദിക്കുന്നില്ല. മഹാപുരോഹിതന് ആരോഗ്യവാനായിരിക്കണം. നമുക്കിന്ന് പുതിയ നിയമത്തിൽ ആത്മീയമായ ആരോഗ്യത വേണം. അംഗവൈകല്യങ്ങളില്ലാത്തവനായിരിക്കണം. അതുപോലെ തന്നെ സ്വഭാവ വൈകല്യങ്ങളില്ലാത്തവനായിരിക്കണം. പ്രവൃത്തികൾ വൈകല്യമില്ലാത്തവനായിരിക്കണം. അപ്പോൾ പുതിയ നിയമത്തിൽ ശാരീരികമായ യാതൊരു യോഗ്യതകളും പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് വച്ചിട്ടില്ല. എന്നാൽ ആത്മീയമായിരിക്കുന്ന യോഗ്യതകൾ വളരെയധികം പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ മക്കൾ അവരെക്കുറിച്ച് പറയുന്നത് മൂപ്പന്മാരാകേണ്ടവരെക്കുറിച്ച് മൂപ്പന്മാർക്ക് പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടതല്ല. എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണ്. എങ്കിലും ദൈവജനത്തിലെ ശുശ്രൂഷിക്കുന്ന ആളുകളാണല്ലോ മൂപ്പന്മാരെന്ന് പറയുന്നവർ. അവരെപ്പറ്റി പറയുന്നത് ബ്ലെയിംലെസ് ആയിരിക്കണമെന്നാണ്. അവർ കുറ്റമറ്റവരായിരിക്കണം. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യാതൊരു മേഖലയിലും ഒരു കുറ്റക്കാരായിരിക്കില്ല. ലൈംഗിക ജീവിതത്തിലോ സാമ്പത്തിക ജീവിതത്തിലോ സമയം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചോ കുടുംബജീവിതത്തിലോ അവരുടെ ജോലിയിലോ ഒരു മേഖലയിലും അവർക്ക് വൈകല്യമുള്ളവരായിരിക്കുവാനായിട്ട് പാടില്ല. ബ്ലെയിംലെസ് ആയിരിക്കണം. ആർക്കും വിരൽ ചൂണ്ടുവാൻ
അനുവാദം കൊടുക്കാത്ത വിധത്തിലുള്ള ജീവിതശൈലി ചെയ്യുന്നവരായിരിക്കണം ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നവർ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് പഴയ നിയമത്തിലെ ഇതൊക്കെയും അടയാളങ്ങളായിട്ടും നിഴലുകളായിട്ടുമാണ് നൽകപ്പെട്ടിരുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുന്ന നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിൽ നാം പാഠം ഉൾക്കൊള്ളണമെന്നാണ്, അതിൽ നാം സത്യങ്ങൾ ഉൾക്കൊള്ളണം. പുതിയ നിയമ വിശ്വാസികൾ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ഇടപാടുകളിൽ നിന്ന് ഒരുപാട് സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ പല വിശ്വാസികളും പൗരോഹിത്യ ശുശ്രൂഷയിൽ വിശ്വസ്തരല്ല എന്ന് ഖേദത്തോടുകൂടെ പറയട്ടെ. അത് വളരെ ഖേദകരമായൊരു കാര്യമാണ്. പുരോഹിതന്മാരായിരിക്കുന്ന നമുക്ക് ഏവർക്കും വിശ്വസ്തയോടെ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ കഴിയേണ്ടതാണ്. നമുക്ക് മാനസിക പ്യൂരിറ്റി, മെൻ്റൽ പ്യൂരിറ്റി, ഇമോഷണൽ പ്യൂരിറ്റി, സെക്ഷുവൽ പ്യൂരിറ്റി, ഫൈനാൻഷ്യൽ പ്യൂരിറ്റി, ഫാമിലി പ്യൂരിറ്റി, ഇതെല്ലാം നമുക്കുണ്ടായിരിക്കണം. ഏത് തലത്തിൽ നോക്കിയാലും നമ്മുടെ ജീവിതത്തെ ആരും കുറ്റം പറയുവാൻ കഴിയാതെ വേണം ദൈവസന്നിധിയിൽ മനുഷ്യന് മുൻപാകെ നാം കുറ്റമറ്റവരായിരിക്കാൻ വേണം. പൗലോസ് പറയുന്ന പോലെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുൻപാകെ കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി നിലനിർത്തുവാനായിട്ട് എപ്പോഴും നമുക്ക് കഴിയേണ്ടതാണ്. പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ ശരീരം എപ്പോഴും ശുദ്ധമായിരിക്കണം, അവരുടെ വൈകല്യങ്ങൾ പാടില്ല, അവരുടെ എല്ലാവിധത്തിലും ഒരു ശുദ്ധി നിലനിർത്തുന്നവരായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ പുതിയ നിയമ പുരോഹിതന്മാരായിരിക്കുന്ന വിശ്വാസികൾക്കും ഈ വിധത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ആത്മീകമായ തലത്തിൽ ബാധകമാണ് എന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ ദൈവത്തിന് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പുരോഹിതയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം ശുദ്ധമാണോ? കുറ്റമില്ലാത്ത ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് ബ്ലെയിംലെസ്, കുറ്റമില്ലാത്തവൻ എന്ന് പറയുവാനായിട്ട് കഴിയുമോ? അങ്ങനെ ജീവിക്കുവാനായിട്ട് നാം ശ്രമിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ വിജയിക്കുകയുള്ളൂ. വിജയകരമായ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.